ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് കായയും ഉണക്കമീനും ചേർത്തുള്ള ഒരു തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ അയിലയാണ് കേട്ടോ. അയിലയായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കായ അരിഞ്ഞു, അത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ടു. കായ ഞാൻ ചരിച്ചാണ് അരിഞ്ഞേക്കണത്. പല രീതിയിലും അരിയാം കേട്ടോ. ഞാനിങ്ങനെ ചരിച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് 4 പച്ചമുളക്, പിന്നെ 2 കൊടംപുളി, 2 പീസ് കൊടംപുളി. അത് പുളി അനുസരിച്ച്, ചില കൊടംപുളിക്ക് പുളി ഉണ്ടാവില്ല. പുളിയെ ഉള്ള കൊടംപുളിയാണെങ്കിൽ 2 ചെറിയ കഷ്ണം ഇട്ടാൽ മതി. പുളിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഉണക്കയില നന്നാക്കി പീസാക്കിയതിട്ടു. ഞാൻ ഉപ്പിടുന്നില്ല കേട്ടോ, കാരണം അയിലക്ക് ഉപ്പ് എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ഇടാമെന്ന് വിചാരിച്ചു. വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് അടപ്പത്ത് വെച്ചു, മൂടി വെച്ച് വേവിക്കാൻ. തീ കുറച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ചിടണം, അല്ലെങ്കിൽ ഈ കായ വേഗം അടിയിൽ പിടിക്കും. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനകത്ത് 3 ചെറിയ ഉള്ളി ഇട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കായ വെന്തു. അതിനകത്തേക്ക് തേങ്ങ അരച്ചതൊഴിച്ച് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം തിളക്കട്ടെ. നല്ലതുപോലെ തിളക്കണം, തിളച്ച് പോവരുത് കേട്ടോ, തിളക്കട്ടെ. വേറൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറവിടാനാണേ. അതിനകത്തേക്ക് ഉണക്കമുളക് കീറിയതിട്ട് കറിവേപ്പിലിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ലേശം മുളക് പൊടി ഇടുക. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കളറ് കിട്ടാനും ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കായയും ഉണക്കമീനും തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ വെച്ചിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കേ.